ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഇംഗ്ലീഷിൽ ചില സമയത്ത് നമ്മൾ ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അതും ശരിയാണ്, ഇതും ശരിയാണ്. അതായത് അങ്ങനെയും യൂസ് ചെയ്യാം, ഇങ്ങനെയും യൂസ് ചെയ്യാമെന്ന്. പക്ഷെ ഒരിക്കലും രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു കറക്റ്റ് യൂസേജ് എങ്ങനെയാണ് വരുന്നത്, അതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും, പക്ഷെ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഫുഡ് എന്ന് പറയാം അല്ലെ, ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. പക്ഷെ അതിന് നമ്മൾ ഫുഡ്സ് എന്ന് പറയാറുണ്ട് അല്ലെ, ഫുഡ്സ് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് റോങ് ആണെന്നും പറയും. ഒരിക്കലും ഫുഡിനെ ഫുഡ്സ് എന്ന് പറയാൻ പാടില്ല എന്ന് പറയും. അതായത് സിംഗുലറും പ്ലൂരലും എല്ലാം തന്നെ ഫുഡാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ചില സിറ്റുവേഷൻസ് നമുക്ക് ഫുഡ്സ് എന്ന് യൂസ് ചെയ്യാം. അതേത് സിറ്റുവേഷനാണ് നമുക്ക് ഫസ്റ്റ് നോക്കാം. അതായത് ഒറ്റ ഫുഡ് മാത്രമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഫുഡ് എന്ന് പറയും. ഓക്കെ, ആ സെയിം ഫുഡ് റിപ്പീറ്റ് ചെയ്ത് 2 പ്രാവശ്യം 3 പ്രാവശ്യം വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഫുഡ് എന്ന് തന്നെ പറയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു ബിരിയാണി ഫുഡാണ്. ഒരു 1, 2, 3, 4 ബിരിയാണികൾ അടുക്കി വെച്ചിട്ടുണ്ടെങ്കിലും അതിന് നമ്മൾ ഫുഡ് എന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ പലതരത്തിലുള്ള ഫുഡ്, ഒരു ബിരിയാണി ഉണ്ട്, വേറൊരു ചോറുണ്ട്, വേറൊരു പായസം ഉണ്ട്, അങ്ങനെ ഒന്നിൽ കൂടുതൽ വിഭവങ്ങൾ, മീൻസ് വേറെ വേറെ ടൈപ്പ് ഓഫ് ഫുഡ്സ് ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഫുഡ്സ് എന്ന് തന്നെ പറയും. അടുത്തത് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെയാണ് ഫിഷ്. ഫിഷ് എന്നുള്ളത് തന്നെ സിംഗുലർ ആണ്. ഫിഷ് എന്നുള്ളത് ഫിഷിന്റെ പ്ലൂരൽ, അതായത് ഒന്നിൽ കൂടുതൽ ഫിഷ് ഉണ്ടെങ്കിൽ എന്താ പറയാ, അത് സെയിം ഫിഷ് ആണെങ്കിൽ നമ്മൾ പ്ലൂരലും ഫിഷ് എന്ന് തന്നെയാണ് പറയാ. പക്ഷെ പലതരം ഫിഷുകളാണെങ്കിൽ, ഓക്കെ, ഒരേ ഫിഷ് അല്ല, പല വെറൈറ്റി ഓഫ് ഫിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയണം, അപ്പോൾ ഫിഷസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഡൗട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് പേഴ്സൺ ആൻഡ് പീപ്പിൾ. ഓക്കെ, അതായത് ഒരാളാണെങ്കിൽ നമ്മൾ പേഴ്സൺ എന്ന് പറയും, ഒന്നും കൂടുതലാണെങ്കിൽ പീപ്പിൾ എന്ന് പറയും. പക്ഷെ നമ്മൾ പീപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡ് കേട്ടിട്ടുണ്ട്. അതെവിടെയാണ് യൂസ് ചെയ്യുക? പീപ്പിൾസ് എന്നുള്ളത് വളരെ കുറഞ്ഞ സിറ്റുവേഷൻസിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് വേറെ വേറെ കമ്മ്യൂണിറ്റീസിലുള്ള ആളുകൾ, ഓക്കെ, ഡിഫറെന്റ് ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആളുകൾ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളവിടെ പീപ്പിൾസ് എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫ്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മാംഗോ ആണെങ്കിൽ ഫ്രൂട്ട് എന്ന് പറയും. ഒരുപാട് മാങ്ങകളാണ് നമ്മൾ അടുക്കി വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫ്രൂട്ട് എന്ന് തന്നെയാണ് പറയും. പക്ഷെ പകരം ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ട്. അത് മാംഗോ, അതുപോലെ പൊമഗ്രാനൈറ്റ്, ആപ്പിൾ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ് അവിടെ കാണുന്നതെന്നുണ്ടെങ്കിൽ അതപ്പോ ഫ്രൂട്ട്സ് എന്നായിട്ട് മാറും. ഓക്കെ, അല്ലാത്ത പക്ഷം ഒരേ ഫ്രൂട്ട് ഒരുപാടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫ്രൂട്ട് എന്ന് മാത്രമേ പറയുമ്പോൾ ഇങ്ങനെയാണ് ഇത്തരം വേർഡ്സിന്റെ ഡിഫറൻസസ് വരുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.